എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഫെറാറോ റോഷർ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഒരു ചോക്ലേറ്റ് സ്പഞ്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ കൂടി കാണിച്ചു കഴിഞ്ഞാൽ ലോങ് ആവും. അപ്പോൾ അതുകൊണ്ടാണ് ചെയ്യാണ്ടിരുന്നിരിക്കുന്നത്. ഒരു കപ്പ് മൈദ വെച്ചിട്ടുള്ള കേക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മളിതിനു മുമ്പ് എന്താ പറയുക ബ്ലാക്ക് ഫോറസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേ കേക്കിൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ സ്പഞ്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് ന്യൂട്രല ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. അത് ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ കേക്ക് സോക്ക് ചെയ്യാനായിട്ട് കുറച്ച് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ന്യൂട്രല മിക്സ് ചെയ്തിരിക്കുകയാണ്. അതിലേക്ക് ഒന്നില്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അതാണ് ഞാൻ സോക്ക് ചെയ്യാൻ എടുക്കുന്നത്. ഇനി അതിന് പകരമായിട്ട് സാധാരണ നമുക്ക് ഷുഗർ സിറപ്പ് വേണമെങ്കിൽ അതും എടുക്കാം കേട്ടോ. ഇതാവുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റാണ്. പിന്നെ നമ്മൾ കേക്ക് എന്താ പറയുക കേക്ക് ബേക്ക് ചെയ്യണതിന് മുമ്പ് നമുക്ക് എന്താ പറയുക മിക്സിലേക്ക് വേണമെങ്കിൽ ഹേസൽനട്ടിൻ്റെ ഫ്ലേവർ കിട്ടും നമുക്ക്. അതൊരു 2 ഡ്രോപ്പ് ഒറ്റിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എന്താ പറയുക നല്ലൊരു മണവും ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ. അതേപോലെ തന്നെ ഈ സിറപ്പിലും നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ ഹേസൽനട്ട് നമുക്കൊരു 2 തുള്ളി ഒഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നല്ലോണം വെറ്റ് ചെയ്യാം കേട്ടോ. എല്ലാ ഭാഗത്തും നല്ലോണം എത്തുന്ന രീതിയിൽ നല്ലോണം വെറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു കേക്ക് അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള അതേ കേക്കാണ്. അപ്പോൾ അത് ഞാനിവിടെ കൊടുക്കാം. അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇനി ഞാൻ ആ ക്രീം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിൽ എന്താ പറയുക നമ്മുടെ ന്യൂട്രലയും അതേപോലെ തന്നെ അത് മാത്രമാണ് ചേർത്തിരിക്കുന്നത്. മധുരം ഇല്ലയെന്നുണ്ടെങ്കിൽ ക്രീമിൽ മധുരം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ പഞ്ചസാര പൊടിച്ചിട്ട് അത് ചേർത്ത് കൊടുക്കാം. ഇതിൽ അത്യാവശ്യം മധുരമുള്ള ക്രീമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ന്യൂട്രല മാത്രമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ കറക്റ്റ് ലെവലാക്കിയിട്ട് ക്രീം തേച്ച് കൊടുക്കുകയാണ്. ഒരുപാട് ക്രീം നമ്മൾ ഇട്ട് കൊടുക്കണ്ട. ഒരുപാട് ക്രീം ആയാൽ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ക്രീം നമുക്ക് എന്താ പറയുക എല്ലാ ഭാഗത്തും ഒരേപോലെ നമുക്ക് നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കും നമ്മൾ ന്യൂട്രല തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ലെയറിൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതായത് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ചോക്ലേറ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത് നിർബന്ധമായിട്ടും നമ്മൾ ചേർത്തേണ്ട ഒരു കാര്യമാണ്. ഇനി നമ്മൾ നല്ല രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ക്രീമിന് നല്ല തണുപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ നല്ല തണുപ്പായി അതായത് പുറത്ത് വെക്കാതെ നമ്മൾ ക്രീം നേരിട്ട് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ബീറ്റ് ചെയ്തിട്ടുള്ള ക്രീമാണെന്നുണ്ടെങ്കിൽ ഈ ന്യൂട്രല നമ്മൾ സ്പ്രെഡ് ചെയ്യുമ്പോൾ അങ്ങനെ അവിടെ ആയിട്ട് കട്ട പിടിച്ചിരിക്കും. നമ്മൾ ക്രീം ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് നേരം പുറത്ത് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അത്ര പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. എന്നാലും തണുപ്പുള്ള ക്രീം ആയതുകൊണ്ട് തന്നെ ഒന്ന് കട്ട പിടിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇട്ടതും പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഹേസൽനട്ട് ഒന്ന് പൊടിച്ചിട്ട് അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് ചേർത്തിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ന്യൂട്രല വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത കേക്ക് വയ്ക്കുക. വീണ്ടും നമ്മളത് വെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താ പറയുക വെറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ നമ്മൾ വെച്ചിട്ടുള്ള ലെയറിൽ ഒരുപാട് വെറ്റ് ചെയ്യരുത്. കാരണം പെട്ടെന്ന് പുറത്തേക്ക് അതിൻ്റെ നമ്മൾ പാലാണെങ്കിൽ പാല് അതല്ലാന്നുണ്ടെങ്കിൽ ഷുഗർ സിറപ്പ് പുറത്തേക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മളത് നോക്കിയിട്ട് വേണം നമ്മൾ വെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ ഓരോ ലെയറും സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ 3 ലെയറായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും അവസാനത്തെ ലെയർ വെച്ചിട്ട് നമ്മൾ വെറ്റ് ചെയ്തിട്ട് ക്രീം തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ മുകളിലത്തെ ക്രീം തേക്കുമ്പോൾ അത്യാവശ്യം കട്ടിയിൽ തന്നെ തേച്ച് കൊടുക്കുക കേട്ടോ. ഒന്നില്ലെങ്കിൽ നമുക്ക് ക്രം കോട്ട് ചെയ്തിട്ട് അതിന് ശേഷം നമുക്ക് ക്രീം വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ക്രം കോട്ട് ചെയ്യണമൊന്നുമില്ല, അങ്ങനെ തന്നെ ക്രീം തേച്ച് കൊടുത്തിരിക്കുകയാണ്. നമ്മൾ ഈ ക്രീം ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക പെട്ടെന്നൊന്ന് കട്ടായിട്ട് കിട്ടാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അതായത് കുറച്ചും കൂടി ലൂസായിട്ടുണ്ടെങ്കിൽ ഒന്ന് തിക്കാവാനുള്ള സാധ്യത ഉണ്ടോ ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തേക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഞാനിവിടെ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ 1:1 എന്നുള്ള ഭാഗത്തിലാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഒരുപാട് ലൂസല്ല, അത്യാവശ്യം ഒരു കട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നല്ലോണം മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഹേസൽനട്ട് പൊടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് ചേർത്തിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കേക്ക് മൊത്തമായിട്ട് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ എന്താ പറയുക അതായത് ക്രീം കൂടി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കട്ടി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രണ്ടും ഒരേ അളവിൽ എടുത്തിരിക്കുന്നത് കേട്ടോ. ചോക്ലേറ്റും ഫ്രഷ് ക്രീമുമാണ് എടുത്തിട്ടുള്ളത്.
അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹേസൽനട്ട് ഒന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ഇങ്ങനെ ചെയ്യണം എന്നില്ല. നമ്മൾ ഗണാഷ് ഒഴിച്ചതിന് ശേഷം ഏതാണോ ഡെക്കറേഷൻ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ചോക്ലേറ്റിൻ്റെ, അതായത് ഫെറേറോ റോഷർ ചോക്ലേറ്റിൻ്റെ ആ ഒരു രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ഇത്തിരി ഞാൻ ഹേസൽനട്ട് പൊടിച്ചപ്പോൾ ഒന്ന് നല്ലോണം പൊടിഞ്ഞു പോയി. അപ്പോൾ ഇത്രത്തോളം പൊടിക്കണം എന്നില്ല കേട്ടോ. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതാകുമ്പോൾ ശരിക്കും ആ ചോക്ലേറ്റിൻ്റെ നമുക്ക് കിട്ടുന്ന ആ ഒരു രീതിയിൽ തന്നെ ഇത് കാണാനായിട്ട് കിട്ടും. അതേപോലെ ഡാർക്ക് ചോക്ലേറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിതിൽ മിൽക്ക് ചോക്ലേറ്റോ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഡാർക്കും കുറച്ച് വൈറ്റും കൂടി മിക്സ് ചെയ്താൽ ഏകദേശം ആ ഒരു കളറിൽ കിട്ടും കേട്ടോ. അങ്ങനെ ചെയ്താലും മതി. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. അപ്പോൾ ഇതാ നമ്മൾ ക്രീം എന്താ പറയുക ചോക്ലേറ്റ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമ്മൾ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ചോക്ലേറ്റ് വെക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊന്ന് കാണണം കേട്ടോ. ശരിക്കും നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന അതേ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതെല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഡെക്കറേഷനൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കേക്ക് ഇങ്ങനെയാണ്. അതേപോലെ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ നമ്മൾ എന്താ പറയുക ചാലഞ്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു എന്താ പറയുക കേക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. ഞാൻ കുറച്ച് ഷുഗർ ബോൾസും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ കേക്ക് ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റായിട്ട് നല്ല സിറപ്പൊക്കെ കുടിച്ച് നല്ല രീതിയിൽ നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ ആ ന്യൂട്രലയുടെയൊക്കെ ടേസ്റ്റ് നല്ലോണം വരുന്നുണ്ട്, അതിൻ്റെ ആ ഫ്ലേവറും ടേസ്റ്റൊക്കെ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. പുതിയ നല്ല വീഡിയോസും വ്ളോഗും ഒക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.